അസ്സലാമലൈക്കും. നമസ്കാരം കൂട്ടുകാരെ. സുബൈർ ബാപ്പാണ്. മലപ്പുറം ജില്ലയിലെ നമ്മുടെ മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലാണ്. മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ ചെറിയ വിലക്ക് വീട് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് അല്ലേ? ഒരുപാട് പേര് വിളിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് മുതലുണ്ടാവാറില്ല. എന്താ ചെയ്യണത്? എന്നാൽ ഇപ്പോഴേ നല്ലൊരു മുതൽ വന്നിട്ടുണ്ട്. 12.5 സെന്റ് ഭൂമിയും ഏകദേശം 1500 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച 3 ബെഡ്റൂം ഉൾപ്പെടുന്ന നല്ലൊരു വീട്. സിറ്റ് ഔട്ട്, ഹാള്, 2 ബെഡ്റൂം, അതിലൊരെണ്ണം ബാത്ത് അറ്റാച്ച്ഡ്, പിന്നെ എന്തുണ്ട്, ഒരു കിച്ചന്, അതോടൊപ്പം ഒരു മുകളിൽ വലിയൊരു ഹാള്. കുട്ടികളും മക്കളൊക്കെ ഉണ്ടെങ്കിൽ ചാടി കളിക്കാനൊക്കെ അവർക്ക് പുറത്തേക്ക് വിടാതെ നമ്മളൊരു മുറ്റം പോലെ അത്രയും വിശാലമായ ഏകദേശം ഒരു 500 സ്ക്വയർ ഫീറ്റിന്റെ മുകളിലുള്ള ഒരു ഹാള് തന്നെ മുകളിലുണ്ട്. അപ്പം ഈ ഒരു വീട്, അതോടൊപ്പം ഈ 12.5 സെന്റ് ഭൂമി, വറ്റാത്തൊരു കിണർ, എല്ലാം പാടെ ചേർത്ത് നമ്മളെ ഓണർ ചോദിക്കുന്ന വില എത്രയറിയോ? 45 ലക്ഷം രൂപയാണ്. കച്ചവടം എന്നുള്ള നിലക്ക് നീക്കുപോക്കിന് അവർ തയ്യാറാണ്. റെഡി ക്യാഷ് കച്ചവടമാണ്. മാറ്റങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. പക്ഷെ മാറ്റം മാറാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ താല്പര്യമില്ല എന്നാണ് നമ്മൾ ഓണർ പറയുന്നത്. അപ്പം ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ സഹോദരങ്ങളായാലും സഹോദരിമാരായാലും മറ്റു കച്ചവടക്കാരായാലും ആരായാലും ശരി, വിളിക്കണ നമ്പർ 95 62 746 717. വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. കാരണം മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലാണ്. മുനിസിപ്പാലിറ്റിയിൽ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ മഞ്ചേരിയിൽ നിന്ന് നിലമ്പൂർ റോഡ്, മഞ്ചേരി ടു നിലമ്പൂർ റോഡ് ഉണ്ടല്ലോ, ഈ റോഡ് വക്കിൽ നിന്ന് നമ്മൾ ചരണിയുണ്ട്. ചരണി എന്ന സ്ഥലമുണ്ട്. എവിടെ ചരണി എന്ന സ്ഥലം എന്ന് വെച്ചാൽ നമ്മളെ എളങ്കൂർ റോഡും തിരുവാലി റോഡും തിരിയുന്ന ഭാഗത്ത് കുറച്ചും കൂടെ മുകളിൽ ഒരു 200-300 മീറ്റർ ദൂരത്തിൽ അവിടെ ഒരു ഫിഷ് മാർക്കറ്റും ഒരു ഹോട്ടലൊക്കെ ഉണ്ട്. അതിനിടയിൽ എസി സ്കൂൾ ഉണ്ട്. എസി സ്കൂൾ റോട്ടിൽ നിന്ന് 200 മീറ്റർ ആണ് ഈ ലാൻഡിലേക്കുള്ള ദൂരം. മനസ്സിലാവുണ്ടോ? അപ്പം ഇഷ്ടം പോലെ വീടുകൾ, നല്ലൊരു ഏരിയ, പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പ്രകൃതി സുന്ദരമായ ഈ ഒരു പ്രദേശത്ത് വറ്റാത്തൊരു കിണർ ഉൾപ്പെടുന്ന ഈ ഒരു ലാൻഡും അതോടൊപ്പം ഈ കാണുന്ന വീടും നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 95 62 746 717, 95 62 746 719 എന്ന ഈ 2 നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് വീടും ഒക്കെ ഒന്ന് കാണണ്ടേ, കിണർ കാണണ്ടേ, പരിസരം കാണണ്ടേ, എത്ര തെങ്ങുണ്ട് അതൊക്കെ കാണണ്ടേ. ഒരുപാട് മരങ്ങളുണ്ട്, തെങ്ങുണ്ട്, മറ്റുള്ള പല വൃക്ഷ തൈകളുള്ള ഒരു എന്താ പറയാ, ഒരു നല്ലൊരു പ്ലോട്ടാണ് നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത് 45 ലക്ഷം രൂപയ്ക്ക്. ആ 45 ലക്ഷം രൂപ നമ്മൾ ടാറ്റ ബിർള ചെരുപ്പിന്റെ പോലെ ഫിക്സഡ് ഒന്നും അല്ല കേട്ടോ. ചെറിയ നീക്കുപോക്കിന് തയ്യാറാണ്. അപ്പൊ നമുക്ക് കാണാം അല്ലേ? കാണിച്ചു തരാം. ആദ്യം ഞാൻ കിണറൊന്ന് കാണിക്കാം നിങ്ങൾക്ക്. കാരണം ഒരു സന്ധ്യ ആയതുകൊണ്ടേ കിണർ കാണിച്ചിട്ടുള്ളൂ, കയറി എഴുതിയിട്ടാണ്. ചിലപ്പോൾ നമ്മൾ വരുമ്പോത്തിന് കിണർ തന്നെയാണോ നിങ്ങൾക്കത് സംശയം ഉണ്ടാവും അല്ലേ? അപ്പം ഞാൻ കല്ലൊക്കെ ഇട്ടുകൊണ്ട് ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ വെള്ളാട്ടോ. കാലാകാലം പറ്റാത്തൊരു കിണറുണ്ട്. പിന്നെ അയൽവാസികളെ കണ്ടോളൂതാ, വമ്പം പദ്ധതികളൊക്കെയാണ് അവിടെ. ക്വാർട്ടേഴ്സും ഫാമിലി ക്വാർട്ടേഴ്സും വീടുകളും എന്തിനും പറ്റും. അപ്പം നമ്മുടെ വീടിനെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ ഒന്ന് പെയിൻ്റൊക്കെ അടിച്ചൊന്ന് കുട്ടപ്പനാക്കിയാണ്. കുറച്ച് പഴയ വീടാണ്. നമ്മളിപ്പോൾ ഉള്ളതുപോലെ തന്നെ പറയണല്ലോ. എന്നാലും നമുക്ക് താമസിക്കാം. ഇപ്പോൾ ഒരു വീടില്ലാത്ത ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് മക്കളൊക്കെ വലുതായതിനു ശേഷം നല്ലൊരു വീട്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് മുനിസിപ്പാലിറ്റിയിൽ ഒരു വീട് വേണേനും ഒരു 10-12 സെന്റ് സ്ഥലം വേണം എങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇത് ഈസി ആയിട്ട് വാങ്ങിയിട്ട്. കാരണം വെച്ചാൽ നിങ്ങൾക്കത് ഭാവിയിൽ എന്ത് ചെയ്യാം, അത് പൊളിച്ച് മാറ്റിയേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കും. നിങ്ങൾ ഇഷ്ടം പോലെ വീടുകൾ, വഴിയുണ്ടല്ലേ. ഇതാണ് നമ്മൾ എസി സ്കൂൾക്ക് പോകുന്ന റോഡ്. നമ്മൾ മംഗലശ്ശേരി റോഡാണത്. ചരണീന്നേ മനസ്സിലുണ്ടോ? ഈ റോട്ടിൽ നിന്ന് നമ്മളെ ലാൻഡിലേക്ക് ഒരു 20 മീറ്റർ കഷ്ടിച്ച്, അതും എല്ലാ വാഹനം നമ്മളെ വീട്ടുമുറ്റത്തേക്ക് വരും. നോക്കും നിങ്ങൾ, ഇതാ എല്ലാ വാഹനവും എന്താണ് നമ്മളെ ഈ ഒരു വീട്ടുമുറ്റത്തേക്ക് വരും. പിന്നെ അത്യാവശ്യം ആട്ടാനും അരയ്ക്കാനുള്ള നാളികേരൊക്കെ ഉണ്ട്. നോക്കൂ നിങ്ങൾ, ഇതാ ഒരു വീടാണെങ്കിൽ ഒരു തെങ്ങ് വേണമെന്നൊക്കെ പറയും അല്ലേ? ഒരൊറ്റ തെങ്ങ് മതി ഇങ്ങനത്തെ. എന്നാൽ തന്നെ നമുക്ക് ഇളനീരിനും നാളികേരത്തിനും കൊപ്രയ്ക്കും എല്ലാത്തിനും തന്നെ ഉണ്ടാവും.
ഒന്നൊന്നുമല്ല കേട്ടോ, തെങ്ങൊരു 5-8 തെങ്ങുണ്ട്, പിന്നെ വേറെയും കുറേ മരങ്ങളുണ്ട്. അപ്പോൾ ഇത് കൂടാതെ ഞാൻ വീട്ടിൻ്റെ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് പുറം കാഴ്ച തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കൂ നിങ്ങൾ, ജാതിക്കുണ്ട്. ഓഹോ, ഇവിടെ നോക്ക്, നാളികേരമാണല്ലോ നിങ്ങൾ. ഇതാണ്. പിന്നെ എന്താ ഉള്ളത്, നമ്മുടെ ജാതിക്കുണ്ട്, അങ്ങനെ ഇരുമ്പമ്പുളി, അങ്ങനെ പലതുണ്ട്. വേറെ എന്തോ അതൊക്കെയാണ്, ഒരുപാടുണ്ട്, പേരൊന്നും എനിക്കറിയില്ല. ഞാൻ നഴ്സറി അതായത് വൃക്ഷങ്ങളുടെ നഴ്സറി തൈത്തോട്ടങ്ങളിൽ നിൽക്കാത്തതുകൊണ്ട് അതിനെ പറ്റി ഒരുപാട് തൈകൾ ഇതിനകത്തുണ്ട്. നല്ല ഏരിയയാണ്, ഇഷ്ടം പോലെ വീടുകളുണ്ട്, പരിസരം കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ വീടുകളും ഒക്കെ ഉള്ള ഏരിയയാണ്. ചുറ്റുഭാഗം നിറയെ വീടുകളാണ്. നോക്കൂ നിങ്ങൾ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, നമ്മളെ വീട്ടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. മുറ്റവും കാര്യങ്ങളും വാഹനം പാർക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് വലിയ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ നമുക്ക് വീതി കൂട്ടണമെങ്കിൽ വീതി കൂട്ടും ചെയ്യട്ടോ. അതിൽ നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള സൗകര്യം ആക്കണമെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഒരു സാധാരണ ഒരു വേഗനർ പോലെ കാറുകളൊക്കെ കയറും. ഇനിയിപ്പോൾ ഇന്നോവ പോലുള്ള കാറുകളൊക്കെ നിങ്ങൾ കയറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ്, അപ്പുറം നമ്മൾ തന്നെയാണ് എന്ത് ചെയ്യുക, ഈ സ്ഥലത്ത് നിന്നുണ്ടല്ലോ, ഇവിടെയൊക്കെ ഇതിലൊക്കെ എല്ലാ വാഹനം വരും. ഇവിടെ നിന്നിട്ട് ഫുള്ള് കംപ്ലീറ്റ് ആയതാണ് ഈ ഓണർ തന്നെയാണ്. അതുകൊണ്ട് എവിടെയും നമുക്ക് പൊളിച്ചിട്ട് നമുക്ക് വീതി കൂട്ടിയിട്ട് വാഹനം അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ പറ്റും. അതൊരു വിഷയമല്ല. ആ മക്കളെ, വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ചങ്കുകളെ ഒന്ന് ഷെയർ ചെയ്തിട്ട്, നിങ്ങൾ കുറേ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് വീഡിയോ എന്താ ചെങ്ങനെ ഒന്ന് ഷെയർ ചെയ്ത് തുടങ്ങി. നിങ്ങൾക്ക് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. കാരണം അത് നമ്മുടെ മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മുനിസിപ്പാലിറ്റിയിൽ 12.5 സെന്റ് ഭൂമിയും അതോടൊപ്പം 1500 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച കുറച്ച് പഴക്കമുള്ളൊരു വീട്, 3 ബെഡ്റൂം ഉണ്ട്. അപ്പോൾ അത് 45 ലക്ഷം റുപ്യ ചോദിക്കണത്. അധികം ഓവർ വില ചോദിക്കുന്നില്ല, കാരണം ഭൂമിയുടെ വില മാത്രമേ ചോദിക്കുന്നുള്ളൂ, വീടിന്റെ വില ചോദിക്കുന്നില്ല. മനസ്സിലായെങ്കിൽ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇത്ര ഗോൾഡൻ ചാൻസിൽ എന്ത് കിട്ടൂല, ഇങ്ങനെ മുനിസിപ്പാലിറ്റിയിൽ നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ വക്കിൽ നിന്ന് 200 മീറ്റർ ദൂരപരിധിക്കുള്ളിൽ ഇങ്ങനത്തെ ഒരു മുതൽ കിട്ടൂല. മഞ്ചേരി നിലമ്പൂർ റൂട്ടിൽ നമ്മുടെ ചരണി മീൻ മാർക്കറ്റിന്റെ കടത്ത്, മീൻ മാർക്കറ്റുകാർക്ക് എല്ലാവരും പരസ്യമാണ് തോന്നുന്നുണ്ട്. എന്നാൽ നമുക്ക് മീൻ മാർക്കറ്റുകാരെ പരസ്യമല്ല നമ്മുടെ ഉദ്ദേശം. എന്താണ്, നമുക്ക് നമ്മളെ ലാൻഡിലേക്ക് വരാനുള്ള റൂട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഐഎസ് സ്കൂൾ റോഡിന് വന്ന് 200 മീറ്റർ. നമുക്ക് ഇവിടെ നിന്ന് എന്തുണ്ട്, സ്റ്റേറ്റ് ഹൈവേ വക്കിലേക്ക് ബസ് റൂട്ടിലേക്ക് വെറും 200 മീറ്റർ ഉള്ളൂ. പിന്നെ എപ്പോഴും നമ്മളെ ഈ റോഡിന് മുന്നിൽ കൂടെ തന്നെ ഇങ്ങനെ വാഹനങ്ങൾ തുരുതരാ പോകുന്ന ഒരു റോഡ് വക്കിനും കൂടിയാണ് ഈ ഒരു വീടുള്ളത്. അപ്പോൾ 45 ലക്ഷമാണ് നമ്മൾ ഓണർ ചോദിക്കുന്നത്, ഒരു ഓവർ വിലയൊന്നുമില്ല. വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ വലിയ ഉപകാരമാണ്. അപ്പോൾ നമുക്ക് കാണാം അല്ലേ, വീടിൻ്റെ അകത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പോൾ ഇതുണ്ട് നമ്മൾ ഒന്നിക്കൊന്ന് ടൈലൊക്കെ ഉണ്ട്, ഇതൊക്കെ നിങ്ങൾക്ക് മാറ്റിയിട്ട് റീവർക്ക്. ഇപ്പം എല്ലാവരും എന്താ ചെയ്യണമെന്ന് പറയുന്നത്, കുറച്ച് ഇതുപോലെ മോഡൽ കുറഞ്ഞ വീടെടുത്തിട്ട് റീവർക്ക് ചെയ്തിട്ട് പുതിയ മോഡലാക്കണം എല്ലാവരും. അപ്പം അങ്ങനെയൊക്കെ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പൈസ ലാഭം കിട്ടും. കാരണം ഇതാ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് കണ്ടോ, അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു വീടാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ലിവിങ് ഏരിയയിലേക്കാണ്. നമ്മൾ സിറ്റ് ഔട്ട് കഴിഞ്ഞ് നേരെ ലിവിങ് ഏരിയയിലേക്ക് എത്തി. ലിവിങ് ഏരിയയിൽ നിന്ന് ഒരു ബെഡ്റൂമാണുള്ളത്. ലിവിങ് ഏരിയയിൽ നിന്ന് ഒരു ബെഡ്റൂമുണ്ട് കണ്ടോ. ബെഡ്റൂമൊക്കെ അത്യാവശ്യം ഒരു 10x10 വലിപ്പത്തിലുള്ള നല്ലൊരു ബെഡ്റൂമും കാര്യങ്ങളാണ്, റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. നിങ്ങൾ മുനിസിപ്പാലിറ്റിയിലാണെന്ന് ഓർക്കണം. ലിവിങ് ഏരിയയിൽ നിന്ന് ബെഡ്റൂമും കഴിഞ്ഞ് നമ്മൾ എവിടേക്ക് എത്തുന്നത്, നേരെ ഇതിന്റെ ഡൈനിങ് ഹാളിലേക്ക് എത്തുകയാണ്. ഡൈനിങ് ഹാളിലെത്തി. ഡൈനിങ് ഹാളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണു, നേരെ ഇതിന്റെ ഡൈനിങ് ഹാളിൽ നിന്നുള്ള ബെഡ്റൂമിലേക്ക്, അടിപൊളി പാനാട്ടോ. ഡൈനിങ് ഹാളിൽ നിന്നുള്ള ബെഡ്റൂമിലേക്ക് നമ്മൾ എത്തി കണ്ടോ. നിങ്ങൾ ഡൈനിങ് ഹാളിലെ ബെഡ്റൂമിൽ നമ്മളെത്തി.
റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെറ്റാണ് വീട് കേട്ടോ. ഈ ഒരു ബെഡ്റൂമിന് ബാത്ത് അറ്റാച്ച്ഡ് ഉണ്ട് കണ്ടോ. അടിപൊളി അല്ലേ, ഇത്രമാന വലിപ്പം. വലിയൊരു ബാത്ത് അറ്റാച്ച്ഡ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അങ്ങോട്ട് പോന്നു. നമ്മൾ ആ ബെഡ്റൂം കണ്ടു. പിന്നെ ഡൈനിങ് ഹാളിൽ നിന്നുള്ള ഒരു കോമൺ ടോയ്ലറ്റ് നമ്മൾ കണ്ടു. ഇതാ ഒരു കോമൺ ടോയ്ലറ്റ്. ഇതെന്താണ്? ഇത് യൂറോപ്യൻ ക്ലോസറ്റാണ്. അപ്പം അത് നമ്മൾ കണ്ടു. പിന്നെ ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ ഇൻവെർട്ടറും കാര്യങ്ങളും വെക്കാനുള്ള ഒരു അല്ലെങ്കിൽ ഒരു തയ്യൽ മെഷീനൊക്കെ ഇടാനുള്ള സൗകര്യങ്ങളൊക്കെ എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ട്. ഇപ്പോൾ എല്ലാ വീട്ടിലും ഒരു തയ്യൽ മെഷീൻ, ഓൾട്രേഷൻ മെഷീൻ എന്നൊരു മെഷീൻ ഉണ്ടാവുമല്ലോ, അതിന് കടാനുള്ള സൗകര്യം അവിടെയുണ്ട്. പിന്നെ ഹാൻഡ് വാഷ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ എങ്ങോട്ട് പോകുന്നു? ഇതിൻ്റെ കിച്ചൺ ഏരിയയിലേക്കാണ് പോകുന്നത്. കണ്ടോ, കിച്ചൺ ഏരിയ. ഇതിൻ്റെ കിച്ചൺ ഏരിയ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതവിടെ പാത്രം കഴിക്കാനുള്ള സൗകര്യമുണ്ട്, സിങ്കും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഇതാണ് വലിയ റാക്കും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ താഴെ നമുക്ക് ഗ്യാസ് സിലിണ്ടറൊക്കെ ഉള്ള സൗകര്യം, അതോടൊപ്പം വിറക് വെക്കണമെങ്കിൽ അങ്ങനെ. അല്ലെങ്കിൽ അവിടെ പാത്രം ഇപ്പോൾ വിറകൊന്നും വല്ല അല്ലല്ലോ, ഗ്യാസിൻ്റെ കാലയില്ലേ. പിന്നെ ഈ ഭാഗത്ത് തന്നെയാണ് നമ്മളെ എന്തുള്ളത്? കിണറുള്ളത് കണ്ടോ. പിന്നെ വീട് നോക്കും നിങ്ങൾ, താഴെയും മുകളിലും അടിയിലും എല്ലായിടത്തും വീടുകളുണ്ട് ഇഷ്ടം പോലെ. അപ്പം നമ്മളിനി എങ്ങോട്ട് പോകും? നമ്മൾ നേരെ പോകുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു വലിയൊരു ഹാളുണ്ട്. അതൊരു 1.5 ഹാളാണ്. ഇതിൻ്റെ സ്റ്റെയർ കേസ് ഉണ്ട്. നിങ്ങൾ ടൈലിട്ട് ഇട്ടില്ല കേട്ടോ. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി റീവർക്ക് ചെയ്ത് നിങ്ങളെ ഐഡിയക്ക് വേണ്ടി ഇതുപോലെ ചെയ്യാം. അതാ ഇത് വിശാലമായൊരു എന്തുണ്ട്, വലിയൊരു ഹാള്. ഞാൻ പറഞ്ഞേ ഒരു 500 സ്ക്വയർ ഫീറ്റ് എന്തായാലും ഇത് കാണണം. വലിയൊരു ഹാൾ ഇവിടെ ഉണ്ട്. നിങ്ങൾ അപ്പം ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ കാഴ്ചകൾ അവസാനിക്കണമെന്നില്ല. നിങ്ങൾക്ക് പുറം കാഴ്ചകൾ കണ്ടോ. നമ്മളെ ബ്ലോസം സ്കൂളാണ് കാണുന്നത് കണ്ടോ. ഇവിടെ നിന്ന് നോക്കിയാൽ കാണും. കാണുന്നില്ല നിങ്ങൾ? എൻ്റെ പൊന്നാര ചങ്കളെ, എനിക്കവിടെ കാണുന്നുണ്ട്, നിങ്ങൾക്ക് കാണില്ല. ഞാനും കാണിച്ചു തന്നിട്ടേ പോവുള്ളൂ എന്ന് പറയാം. ഇതാണ് ബ്ലോസം സ്കൂള്. ഈ ബ്ലോസം സ്കൂളാണ് കാണുക കണ്ടോ. കൂക്കിയാൽ കേൾക്കുമ്പോഴുണ്ട്, ശരിക്കും കൂക്കിയാൽ മതി. അത്ര ദൂരത്തിൽ ബ്ലോസം സ്കൂളുണ്ട്. പിന്നെ തെങ്ങുണ്ട്. അപ്പോൾ പൊന്നാരം മാണിക്കക്കല്യാണേ, ഇത് പെട്ടെന്ന് ആവശ്യക്കാർ വിളിച്ചോളി. വിളിക്കേണ്ട നമ്പർ അറിയില്ല, 9562 746 717. വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്. അപ്പോൾ നമുക്ക് താഴെ ഇനി ഒന്ന് പോകാം അല്ലേ. ഇവിടെ ചെറിയൊരു ലൈറ്റിൻ്റെ കുറവുണ്ട്. ഒന്നാമത് ഇപ്പോൾ ഈ സന്ധ്യയായി. ഇനിയിപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഇത് എടുത്താൽ വേറൊരു മെച്ചം എന്താ വെച്ചാൽ നിങ്ങൾക്ക് നാളെ തന്നെ താമസിക്കാം. കാരണം വെച്ചാൽ ഇപ്പം ഇതിൽ ആൾ താമസമില്ല, അവർ വേറെ പുതിയ വീട് വെച്ച് മാറിയതാണ്. കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞു. അതായത് ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് താമസം മാറ്റാം. ഒരു മാസം 2 മാസം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇവർക്ക് പുതിയ വീട് വെച്ച് അവർ താമസം മാറിയതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇന്ന് ടോക്കൺ അഡ്വാൻസ് കൊടുത്തിട്ട് അവർ ഇപ്പോൾ എന്തായാലും കച്ചവടം നിലനിൽക്കുക, അതിലൊരു അഡ്വാൻസ് കൊടുക്കുന്നത്, കനത്തിലൊരു അഡ്വാൻസ് കൊടുക്കേണ്ടി വരും. അതായത് നിങ്ങൾ പെട്ടെന്ന് വലിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കനത്തിലൊരു അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ തന്നെ നിങ്ങൾ കൊടുക്കുന്ന പാത്രം കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് പോരാം. കാരണം വെച്ചാൽ ഇതിന് ഓണർമാരിപ്പം അവർ പുതിയ വീട് വെച്ച് താമസം മാറിയതാണ്. അതുകൊണ്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നർത്ഥം. അപ്പം എല്ലാ നേരം ഈ ഒരു വീട് നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക്
ഇതിമ എന്തെങ്കിലുമൊക്കെ മോഡൽ മാറ്റം വരുത്തിയിട്ട് ഈ വീട്ടിൽ തന്നെ താമസിക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം എല്ലാവരും അങ്ങനെ ചെയ്യണത്. ഇപ്പം എൻ്റെ ഒരു നേരെ ബ്രദർ പോലും അവനൊരു 10-25 ലക്ഷം റുപ്യേൻ്റെ ഒരു വീട് എടുത്തിട്ട് ഒരു 5 ലക്ഷം റുപ്യ നമുക്കിട്ട് കയറ്റി പുതിയ വീട് തന്നെയല്ല പഴയ വീടാണെന്നുള്ളത്. അപ്പോൾ അതിനെ പറ്റുന്ന എഞ്ചിനീയർമാർ ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാം. അത് നിങ്ങൾ പെട്ടെന്ന് വേണ്ട. അപ്പം നിങ്ങളുടെ പൈസക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ കയറിയിരിക്കുക. പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പൈസ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് 5-6 ഒരു 5-8 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ ഇതിനെ ആകെ മാറ്റം വരുത്തിയിട്ട് ഇനി മേലെ 1-2 ബെഡ്റൂമൊക്കെ എടുത്ത് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് താമസിക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയയാണ്. കണ്ട നിങ്ങൾ ഇഷ്ടംപോലെ വീടുകൾ, നല്ല അതിമനോഹരമായ പ്രകൃതി സുന്ദരമായ നമ്മുടെ നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഈ വീഡിയോ കണ്ടിട്ട് ഈ ഒരു ലാൻഡും ഈ ഒരു വീടും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കണ്ട. ഇനി നിങ്ങൾക്ക് വീടിന്റെ ശരിക്കുള്ളൊരു പിക്ചർ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു ഏകദേശം മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ ഇതിൻ്റെ വീടിൻ്റെ ഏകദേശം നമുക്കൊരു ഇതാണ് ഇതിൻ്റെ ഒരു ശരിക്കിനുള്ളൊരു വീടിൻ്റെ ഒരു കണ്ടോ 2 ഭാഗം കിട്ടുന്നൊരു പിക്ചറാണിത്. വാട്ടർ ടാങ്കും കാര്യങ്ങളും അതുപോലെ കിണർ ഇത് അവിടെ തന്നെ ഉണ്ട്. നമുക്കൊന്നുകൂടി ഇങ്ങോട്ട് റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് ഒന്നുകൂടി കാണുകയാണെങ്കിൽ ഒന്നുകൂടി ഒരു ലുക്ക് കിട്ടും. കാരണം നിങ്ങൾ ഇത് റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് കാണുമ്പോൾ ഒരു 1.5 ലുക്ക് തന്നെയാണ്. ഇത് ഇങ്ങനെ കണ്ട് ഇപ്പോഴത്തെ പുതിയ മോഡൽ പോലെയാണ് ഇത് തോന്നുന്നത്. അപ്പോൾ വല്ലാതെ മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു കണ്ടംപററി മോഡൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. പോകുന്നത് അതേ മോഡൽ തന്നെയാണ്. അപ്പോൾ ഇതാണ് പരിസരം, ഇതാണ് വീട്. അപ്പോൾ ഞാൻ കുറച്ച് ജസ്റ്റ് ഇവിടേക്കൊന്ന് നിങ്ങൾ ഇറക്കാണ്. ഇതാണ് നമ്മളെ വീട് കേട്ടോ. നോക്കാം നിങ്ങൾ ഇഷ്ടം പോലെ വീടുള്ള പരിസരമൊക്കെ നല്ലൊരു വൈബുള്ള അതിമനോഹരമായൊരു ഏരിയ. ഈ ഒരു സായം സന്ധ്യയിൽ നിങ്ങൾക്ക് അത് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ഇത്ര നല്ല ഭംഗിയുള്ളൊരു വീടോ മക്കളെ, ഒരു നല്ലൊരു ചാൻസ് എന്ന് പറഞ്ഞാൽ അത് ഒരു അടിപൊളി ചാൻസ് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിന് ചോദിക്കുന്ന വില എത്ര കാര്യങ്ങൾ അധികമൊന്നും ചോദിക്കുന്നില്ല, 45 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അപ്പം നമ്മുടെ മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ, മലപ്പുറം ജില്ലയിലെ മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ നമ്മുടെ മഞ്ചേരി നിലമ്പൂർ റൂട്ടിലെ ചരണി എന്ന ഒരു ചെറിയൊരു ജംഗ്ഷൻ കവലയുണ്ട്. അപ്പോൾ ആ ചരണിയിൽ നിന്ന് എയ്ത്ത് സ്കൂൾ റോഡ്, ആ റോട്ടിൽ, അതായത് സ്റ്റേറ്റ് ഹൈവേ വക്കിൽ നിന്ന് ഒരു 200-250 മീറ്റർ അകലത്തിൽ ഈ കാണുന്ന എൻ്റെ ബാക്കിൽ ഈ കാണുന്ന വീട് കണ്ട നിങ്ങൾ, ഈ കാണുന്ന വീടാണ് വിൽപ്പനയ്ക്കുള്ളത്. അപ്പോൾ ആവശ്യക്കാർ ഉടൻ വിളിക്കണ നമ്പർ 9562 746 717. വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. അപ്പോൾ ഓക്കെ, ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചങ്കളെ ഞങ്ങൾ ഷെയർ ചെയ്യാൻ കേട്ടോ, ഷെയർ ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, ബൈ ബൈ.